മോശയുടെ ചില മോശമായ ചോദ്യങ്ങൾ. ജീവിതത്തിൻ്റെ തിക്തമായ സാഹചര്യങ്ങളിലൊക്കെയും പല ചോദ്യങ്ങളും പിറുപിറുപ്പുകളും മനുഷ്യ സഹജമാണ്. മോശ ദൈവത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളും അവയുടെ ആത്മീക വീക്ഷണവും. ഞാൻ എന്തുള്ളൂ? ഈ ചോദ്യത്തിൽ ഒരു ആശ്രയ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് മോശ ദൈവത്തോട് പറഞ്ഞു. ഞാൻ എന്ത് പറയേണ്ടു? സ്വയത്തും വെടിഞ്ഞ് ദൈവശബ്ദത്തിനായി കാത്തിരിക്കുന്ന ഒരു ഭക്തനായ മോശയാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത്. ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് മോശ ദൈവത്തോട് ചോദിച്ചു. ദൈവമേ, നീ എന്നെ അയച്ചത് എന്തിന്? മോശ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയതെന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? ഫറവോൻ എങ്ങനെ എൻ്റെ വാക്ക് കേൾക്കും? പുറപ്പാട് 6:12. ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും? ഞാൻ വാഗ്വൈഭവമുള്ളവനല്ലല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? മോശ യഹോവയോട് നിലവിളിച്ച്, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ ജനത്തെ ഞാൻ പ്രസവിച്ചുവോ? ജനത്തിന്റെ പിറുപിറുപ്പ് നിമിത്തം മോശയ്ക്ക് യഹോവയോട് ചോദിക്കേണ്ടി വരുന്ന ചോദ്യം.